അംഗം ശ്രീ KP ശ്രീശൻ മാസ്റ്റർ, ബഹുമാന്യനായ BJPയുടെ തലമുതിർന്ന നേതാവ് പ്രിയങ്കരനായ ശ്രീ CK പപ്പേട്ടൻ, BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ രഘുവേട്ടൻ, കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ ശ്രീ ഹരിദാസ് ജി, കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ ശ്രീ VK സജീവൻ ജി, ശ്രീ മോഹനൻ മാസ്റ്റർ, ശ്രീ TK പ്രഭാകരൻ മാസ്റ്റർ തുടങ്ങി ബാബു പൂതമ്പാറ, BDJSൻ്റെയും പാർട്ടിയുടെയും സഖ്യകക്ഷികളായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഞാൻ ഈ വൈകിയ വേളയിൽ എല്ലാവരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, വളരെ ചുരുക്കി വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. എന്നോട് ഇന്നലെ കണ്ണൂർ നമ്മുടെ പര്യടന പരിപാടിയിലിടയ്ക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, സുരേഷ് ഗോപി തൃശ്ശൂരിൽ എത്രയോ കാലമായി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാണ്, നിങ്ങൾ വടകരയിൽ തോറ്റാലും ജയിച്ചാലും നിങ്ങൾ വടകരയിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ഞാൻ ആ മാധ്യമപ്രവർത്തകനോട് തിരിച്ചു പറഞ്ഞു, എൻ്റെ നാടാണ് വടകര, നമ്മളെ നാട്, എൻ്റെ നാട്. നമ്മൾ വടകരയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് അല്ലേ? വടകരയുടെ ഭാഷ, നമ്മൾ വടകര ഭാഷയിൽ സംസാരിച്ചാൽ വേറെ ആർക്കെങ്കിലും മനസ്സിലാവുമോ? ഒരാൾക്കും തിരിയൂല അല്ലേ? നമ്മൾ പറഞ്ഞാൽ, നമ്മൾ പറയുന്നത് നമ്മക്കേ തിരിയൂ അല്ലേ? അങ്ങൊന്നും ഇങ്ങൊന്നും വന്നോലിക്ക് വടകര തിരിയൂല, വടകര ഭാഷ തിരിയൂല അല്ലേ? തിരിയൂല എന്ന് വേറൊരുത്തനോട് പറഞ്ഞാൽ എന്താ സ്ഥിതി? തിരിയൂല. ഇതെല്ലാം മനസ്സിലാക്കുക. അപ്പോൾ വടകരക്കാർക്ക്, എനിക്ക് വടകരയെ നന്നായിട്ടറിയാം. ഞാൻ ജനിച്ച വീട മണ്ണാണ്, ഞാൻ ABVPയിൽ പ്രവർത്തിച്ച മണ്ണാണ്, ഞാൻ ബാലഗോകുലത്ത് പോയത് ഇവിടെ നിന്നാണ്, ഞാൻ സംഘശാഖയിൽ പോയത് ഇവിടെ നിന്നാണ്, എനിക്ക് പോലീസ് ലാത്തിച്ചാർജ് കിട്ടിയത്, സമരം ചെയ്ത് ലാത്തിച്ചാർജ് കിട്ടിയത് ഇവിടെ നിന്നാണ്. വടകരയുടെ എല്ലാ മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളും, അത് കൂത്തുപറമ്പായിക്കൊള്ളട്ടെ, തലശ്ശേരി ആയിക്കൊള്ളട്ടെ, കൊയിലാണ്ടി ആയിക്കൊള്ളട്ടെ, എല്ലാം എനിക്ക് നന്നായിട്ടറിയാം. എല്ലാ സ്ഥലത്തുള്ള പ്രവർത്തകന്മാരെ നേരിട്ട് പേരെടുത്ത് വിളിക്കാനുള്ള പരിചയമുണ്ട്. അതുകൊണ്ട് എൻ്റെ നാടാണ്, എനിക്ക് നാട്ടുകാരെ നന്നായിട്ടറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നലെ പര്യടനത്തിടക്ക് ഉണ്ടായൊരു അനുഭവം കൂടി ഞാൻ പറയാം. ആദ്യഘട്ട പര്യടനം എല്ലാ ബലിദാനികളുടെയും വീട് സന്ദർശിച്ചുകൊണ്ടായിരുന്നു. വാടിക്കൽ രാമകൃഷ്ണേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, ജയകൃഷ്ണൻ മാസ്റ്റർ വീട്ടിൽ പോയിട്ടുണ്ട്. എല്ലാ ബലിദാനികളുടെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട്, ആ വീട്ടിലുള്ള ആളുകളെ കണ്ട് അവരോട് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് അങ്ങനെയാണ് പര്യടനം തുടങ്ങിയത്. ഇന്നലെ പര്യടനത്തിടയ്ക്ക് രാവിലെ മുതലേ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. രാവിലെ മുതലേ ഉണ്ട്, എല്ലാത്തിലും സജീവമായിട്ട്. ഉച്ച കഴിഞ്ഞപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ കുറച്ച് സമയം ഉണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്യും. എവിടെ പോയി എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഞാനൊരു ബലിദാനിയുടെ വീട്ടിലെത്തിയപ്പോൾ വിനയൻ എന്ന് പറയുന്ന BMSൻ്റെ വീരബലിദാനി, CPMകാർ ക്രൂരമായി കൊല ചെയ്ത വിനയേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ, അന്ന് രാവിലെ മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പന്ന്യന്നൂർ ചന്തേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ, നിരവധിയായിട്ടുള്ള ബലിദാനികളുടെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ചേച്ചി പ്രീത ചേച്ചി, ആ പ്രീത ചേച്ചി ഉണ്ടായിരുന്നു, വിനയേട്ടൻ്റെ ഭാര്യ. ഇവിടെ ഉണ്ടോ പ്രീത ചേച്ചി? ഉണ്ടോ? പ്രീത ചേച്ചി ഉണ്ട്. പ്രീത ചേച്ചി മോനും ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പുറത്ത് പോയിട്ടുണ്ടാവും. നോക്കൂ, തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടത്. മകൻ അർജുൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് ഭർത്താവിനെ കൊല്ലുന്നത്. അർജുൻ ചെറിയ കുട്ടിയാണ്, പൊടിക്കുഞ്ഞായിരിക്കുന്ന സമയത്ത്. എത്ര ബലിദാനികളുടെ കുടുംബങ്ങൾ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. ഉത്തമേട്ടൻ്റെ ഭാര്യ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? രമിത്തിൻ്റെ അമ്മ. ഭർത്താവിനെ നഷ്ടപ്പെട്ടു, മകനെ നഷ്ടപ്പെട്ടു. ഭർത്താവ് നഷ്ടപ്പെടുമ്പോൾ രമിത്ത് പൊടിക്കുഞ്ഞ, അവനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രായമായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാടായ പിണറായി ടൗണിൽ വെച്ചിട്ട് രമിത്തിനെയും കൊന്നു. ആ അമ്മ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. തലശ്ശേരിയിൽ പോയപ്പോൾ വാടിക്കൽ രാമകൃഷ്ണേട്ടൻ്റെ വീട്ടിൽ പോയി. രാമകൃഷ്ണേട്ടൻ്റെ വിധവയുണ്ട് ആ വീട്ടിൽ, ലീലയെടുത്തി അല്ലേ? ലീലയെടുത്തി ഒരു പാവ അമ്മ, സംസാരിക്കൊന്നുമില്ല. അടുത്ത് പോയിരുന്ന് ഞാൻ കുറേ കാര്യങ്ങൾ ചോദിച്ചു ലീലയെടുത്തിയോട്. മെല്ലെ ഒച്ച കുറച്ച് സംസാരിക്കുക. ലീലയെടുത്തിയുടെ കല്യാണം കഴിഞ്ഞത് 14-ാമത്തെ വയസ്സിലായിരുന്നു.
കല്യാണം കഴിഞ്ഞ് 6 മാസം പോലും ആയിട്ടില്ല. വാടിക്കൽ രാമകൃഷ്ണേട്ടനെ ക്രൂരമായിട്ട് ഇഞ്ചിഞ്ചായി വെട്ടിക്കൊലപ്പെടുത്തി. ലീലേടത്തിയോട് പലരും പറഞ്ഞു, 6 മാസമല്ലേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്, നിങ്ങൾ പോയി വേറെ കല്യാണം കഴിച്ചോ. അവരുടെ വീടങ്ങ് എറണാകുളത്താണ്. ആ അമ്മ പോവാൻ തയ്യാറായില്ല. വാടിക്കൽ രാമകൃഷ്ണേട്ടനെ കൊന്ന മുഖ്യപ്രതി ഇന്നും ആ രാജസിംഹാസനത്തിൽ ഞെളിഞ്ഞിരിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിലെ മുഖ്യപ്രതിയല്ലേ. ആ അമ്മയുടെ കണ്ണിന്ന് ഇന്ന് കണ്ണീര് വരുന്നില്ല. ഞാൻ ആ ലീലേടത്തിയുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ, സംഗീതേച്ചിയൊക്കെ ഉണ്ട് എൻ്റെ കൂടെ, ഞങ്ങളുടെ കണ്ണിന്ന് കണ്ണുനീര് വരിക ആ അമ്മയുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ. നോക്കൂ, എത്രയെത്ര ബലിദാനികളുടെ വിധവമാർ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. അംഗവൈകല്യം സംഭവിച്ച എത്ര പേരുണ്ട്. തലശ്ശേരിയുള്ള സുമേഷേട്ടനെ കണ്ടോ നിങ്ങൾ? CPM-കാർ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ശരീരമാസകലം മുറിവേറ്റ സുമേഷേട്ടൻ്റെ ഒരു ചിത്രം വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോലും നോക്കാൻ സാധിക്കില്ല. കയ്യും കാലും മുഖമൊക്കെ അറ്റു തൂങ്ങിയ സുമേഷേട്ടൻ അല്ലേ? സുമേഷേട്ടൻ ഉണ്ട് ഇവിടെ. എവിടെ സുമേഷേട്ടൻ? ഇതാ സുമേഷേട്ടനുണ്ട്. ഇതാ സുമേഷേട്ടനൊരു കൈ എപ്പോഴും ഇവിടെ പലർക്കും അറിയില്ല. സുമേഷേട്ടനെ ഒരു ടവലോണ്ട് ചുറ്റി വെച്ചിട്ടാ. എന്താണെന്നറിയോ? ഒരു വാച്ചും കെട്ടിയിട്ടുണ്ട്. ആ കൈയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രസ്ഥാനം അങ്ങനെ ചോര കൊടുത്ത് വളർന്നു വന്ന പ്രസ്ഥാനമാണ് ഈ ഭാരതീയ ജനതാ പാർട്ടി. ഇന്ന് 400 ചില്ലാൻ സീറ്റുകളുമായി കേന്ദ്രത്തിൽ നമ്മൾ വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. ഒരാൾക്ക് ഒരു സംശയം വേണ്ട, നരേന്ദ്രമോദി സർക്കാർ 400-ലധികം സീറ്റുകളുമായി അധികാരത്തിൽ വരും. ആ സമയത്തോ എല്ലാ കാലത്തും കേരളം ഇങ്ങനെ തലകുനിച്ച് നിൽക്കണോ? അല്ലെങ്കിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റമുണ്ടാകാൻ നമ്മൾ നൂറ്റാണ്ടുകളോളം പതിറ്റാണ്ടുകളോളം നമ്മൾ തപസ് ചെയ്യണോ? ഒന്നും ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയുന്നത്, രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത് അത് നൂറ്റാണ്ടുകൾ കാത്തുനിന്ന മാറ്റമല്ല. രാഷ്ട്രീയ മാറ്റത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് അത് ചടുലമാണ്. രാഷ്ട്രീയ മാറ്റത്തിന് കേരളം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എല്ലാ മണ്ഡലങ്ങളിലും യാത്ര ചെയ്തപ്പോൾ ഓരോ മണ്ഡലത്തിലെയും സ്പന്ദനങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. CPM-കാർ വന്ന് കെട്ടിപ്പിടിച്ച് പറയുന്നത്, എനിക്ക് മോദിയുടെ 32,000 കിട്ടി. ഏത് മോദിയുടെ 32,000 കിസാൻ സമ്മാൻ നിധി? ഞങ്ങളുടെ പിണറായി വിജയൻ തരുന്ന പെൻഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം നെയ്ത്തു തൊഴിലാളികളുടെ പലരെയും സമ്പർക്കം ചെയ്തപ്പോൾ പറഞ്ഞത്, 8 മാസമായിട്ട് 5 നയാ പൈസ കിട്ടിയിട്ടില്ല, പിണറായി വിജയൻ കൊടുത്തിട്ടില്ല. 8 മീറ്റർ തുണി നെയ്യും ദിവസം. കാലും കൈയൊക്കെ വേദനിച്ച് എണ്ണ വാങ്ങാൻ, കുഴമ്പ് വാങ്ങാൻ പോലും പണമില്ല, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. ഇതല്ലേ നമ്മളെ കേരളത്തിൻ്റെ സ്ഥിതി? ഈ വടകരയിലെ എത്ര പ്രശ്നങ്ങളുണ്ട്. വടകരയുടെ വികസന പ്രശ്നങ്ങളും എല്ലാം ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. രാഷ്ട്രീയ മാറ്റത്തിന് വടകരയിലെ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇടത്തനും വലത്തനുമല്ല, നേരെ മറിച്ച് ഭാരതീയ ജനതാ പാർട്ടി NDA മുന്നണിയെ അധികാരത്തിലെത്തുമ്പോൾ 400 ചില്ലാൻ സീറ്റുകളുമായി വരുമ്പോൾ വടകരയിൽ നിന്നും നമ്മുടെ പാർലമെന്റിലേക്ക് ആളുകൾ വേണമെന്ന തീരുമാനം വടകരയിലെ ജനങ്ങൾ എടുത്തിരിക്കുന്നു. ആ ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ട ഈ ഒരു 1000-കണക്കിന് പേർ. കോൺഗ്രസിൻ്റെ റോഡ് ഷോ കണ്ടിട്ട് ആളുകൾ പറഞ്ഞു ഭയങ്കര റോഡ് ഷോയാണ്. CPM-ന്റെ റോഡ് ഷോ കഴിഞ്ഞിട്ട് പറഞ്ഞു ഭയങ്കര റോഡ് ഷോയാണ്. കോൺഗ്രസ് ഇവിടെ ഭരിക്കുന്ന MP-മാരുള്ള പാർട്ടിയാണ്. BJP-ക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ വോട്ട് നമുക്കറിയാലോ അല്ലേ? നമ്മളൊരു ചെറിയ പാർട്ടിയൊക്കെ ആയിട്ടാണ് പലരും കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇന്ന് NDA-യുടെ ശക്തി എന്താണ് എന്ന് വടകരയിലെ മുഴുവൻ ആളുകളെയും നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വടകരയിൽ കൂടിയ ജനസഞ്ചയം എല്ലാവരും നമ്മൾ നോക്കി അഭിവാദ്യം ചെയ്തു. ഞാൻ കടന്നു വരുമ്പോൾ എനിക്ക് വടകരയിലെ മിക്കവാറും ആളുകളെ പേരെടുത്ത് തന്നെ പറയാൻ പറ്റുമായിരുന്നു. ആ റോഡ് സൈഡിലുള്ള ആളുകൾ എല്ലാവരും കൈവീശി അഭിവാദ്യം ചെയ്തു. പ്രിയപ്പെട്ടവരെ, വടകര മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോൾ ആളുകൾ സംസാരിക്കുന്നതാണ്, സ്വകാര്യം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പറയുന്നത്, ഈ പ്രാവശ്യത്തെ വോട്ട് അത് NDA-ക്കായിരിക്കും, അത് നരേന്ദ്രമോദിക്കായിരിക്കും. വടകരയ്ക്ക് മാറ്റം വേണം. ആ മാറ്റത്തിന് വേണ്ടി ഉള്ള ശ്രമത്തിൽ നമ്മൾ അരയും തലയും മുറുക്കിയിറങ്ങണം. നമ്മുടെ മുന്നിലുള്ളത് ഈ ബലിദാനികളെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമുണ്ടായാൽ മതി. നാളെ എന്നോട് പറഞ്ഞു കൂത്തുപറമ്പിൽ 7:30 മണിക്ക് എത്തുമെന്ന് ചോദിച്ചു. എന്താ സംശയം? 7:30 മണിയോ? നിങ്ങൾ 6 മണിക്ക് നിശ്ചയിക്ക്, ഞാൻ വരും. കാരണം എന്താ, നമ്മളൊക്കെ എന്തെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടോ? ഉത്തമേട്ടൻ്റെയും ഭാര്യയെ രമിത്തിൻ്റെ അമ്മയെ ഒന്ന് ഓർമ്മിച്ചാൽ പോരെ? ലീലേടത്തി ഓർമ്മിച്ചാൽ പോരെ? അല്ലേ? നമ്മളൊക്കെ എന്തെങ്കിലും ത്യാഗം ഈ സംഘടനയ്ക്ക് വേണ്ടി അനുഭവിച്ചിട്ടുണ്ടോ?
ഒന്നും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പ്രാവശ്യം വടകര നമ്മൾ പിടിക്കും. ഈ വടകര അത് CPM-നുള്ളതല്ല, അത് കോൺഗ്രസിനുള്ളതല്ല, അത് NDA-ക്കുള്ളതാണ് എന്ന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതും. പിന്നെ നമ്മൾ കൊടുക്കാനും പോകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സുവർണ്ണ ലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ്. നരേന്ദ്രമോദിജി പാലക്കാട് കഴിഞ്ഞ ദിവസം വീണ്ടും വന്നു. കോൺഗ്രസ്സുകാരും CPM-മാരൊക്കെ ചോദിക്കുന്നത്, ഈ പ്രധാനമന്ത്രിക്ക് വേറെ പണിയൊന്നുമില്ല, ഇടക്കിടക്ക് കേരളത്തിലേക്ക് വരുന്നു അല്ലേ? പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോകാരാധ്യനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഒരു മനുഷ്യൻ 1.5 മാസത്തിനുള്ളിൽ 6 തവണ അത് കേരളത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ, അദ്ദേഹം 2 അക്കത്തിൽ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അത് യാഥാർത്ഥ്യമാകാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ആ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ വേഗത അത് കൃത്യമാണ്, ചടുലമാണ്, ത്വരിതമാണ്. അതിനാരെയും തലയും മുറുക്കി എല്ലാവരും ഇറങ്ങണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വന്ദേ മാതരം. കമ്മിറ്റി അവതരണത്തിനായി BJP ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ M. മോഹനൻ മാസ്റ്റർ